നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്നുള്ള ഭാഗമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗുഡ്വില്ല്, മെത്തേഡ്സ് ഓഫ് വയലേഷൻ ഓഫ് ഗുഡ്വില്ല്, അതിൽ മെയിനായിട്ട് 3 മെത്തേഡാണുള്ളത്. ഒന്ന് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അതിൽ ഒന്നാമത്തേത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് നേരത്തെ വിശദീകരിക്കുകയുണ്ടായി. ആവറേജ് പ്രോഫിറ്റിലെ സിമ്പിൾ ആവറേജ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റിൽപ്പെട്ട രണ്ടാമത്തേതാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്നുള്ളത്. ഇവിടെ രണ്ടുമുള്ള വ്യത്യാസം, നേരത്തെ പഠിച്ച സിമ്പിൾ ആവറേജിനേക്കാൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത രൂപമാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്നുള്ളത്. മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഗുഡ്വില്ല്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ വിശദീകരിക്കേണ്ടായി, 4 മെത്തേഡ്സിനെ കുറിച്ച്. അതിൽ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. Calculation of goodwill in the case of average profit method is based on assumption that there is no change in the profit expected in future. If we expect a decreasing or increasing trend, it is better to give higher weight to the profit in the recent years and less weight to profit of earlier years. നമ്മൾ നേരത്തെ ആവറേജ് പ്രോഫിറ്റ് ഉപയോഗിച്ച് ചെയ്തപ്പോൾ 5 വർഷത്തെ പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാ പ്രോഫിറ്റിനും ഒരേ രീതിയിലുള്ള വെയിറ്റേജ് ആയിട്ട് കൊടുത്തത്. അവിടെ വെയിറ്റേജ് ഉള്ളൊരു ഭാഗം തന്നെ വരുന്നില്ല. എന്ത് ചെയ്യുന്നു, എല്ലാത്തിനും എന്ത് ചെയ്തു, തുല്യ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇവിടെ നമ്മൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിന് നമുക്ക് എന്ത് ചെയ്യും, പ്രോഫിറ്റ് ഓരോ വർഷവും ഇൻക്രീസിങ് ട്രെൻഡ് ഉണ്ടാവും, അവിടെ ഡിക്രീസിങ് ട്രെൻഡ് ഉണ്ടാവും. കഴിഞ്ഞ വർഷം ലാഭം കൂടുതലാണെങ്കിൽ അതിന് മുമ്പ് വർഷം കുറവായിരിക്കും. അങ്ങനെ ഓരോ വർഷം എന്ത് ചെയ്യുന്നു, ലാഭം കൂടുതലോ കുറവോ ഒക്കെ വരാവുന്നതാണ്. പക്ഷെ കറണ്ട് ഇയറിലെ പ്രോഫിറ്റും അതുപോലെ തൊട്ടടുത്ത വർഷത്തെ പ്രോഫിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം സിമിലാരിറ്റി ഉണ്ടാവും. നേരെ മറിച്ച് 4 വർഷം മുമ്പുള്ള പ്രോഫിറ്റ് ചിലപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും പ്രോഫിറ്റ്. നമ്മളെന്ത് ചെയ്യും, തൊട്ടടുത്ത വർഷത്തിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം മെത്തേഡാണ് ഇവിടെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ വെയിറ്റേജ് തൊട്ടടുത്ത പ്രോഫിറ്റ് കൊടുത്ത് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാണുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഗുഡ്വിൽ കാൽക്കുലേഷൻ നടത്തുകയാണെങ്കിൽ അതിനെയാണ് ഇവിടെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മളിവിടെ പറയണ്ടായി, if we expect a decreasing or decreasing trend, it is better to give a higher weight to the profit in the recent years. തൊട്ടടുത്ത വർഷത്തിന് എന്ത് ചെയ്യുന്നു, കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നു. ആൻഡ് ലെസ് വെയിറ്റ് പ്രോഫിറ്റ് ഓഫ് ഏർലിയേഴ്സ്. പിന്നെ എന്ത് ചെയ്യുന്നു, കൂടുതൽ മുമ്പുള്ള വർഷങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നു, കുറഞ്ഞ വെയിറ്റേജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വെയിറ്റേജ് കൊടുത്ത് നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെത്തേഡിനാണ് ഇവിടെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ: 1, റൈറ്റ് അപ്പ് ദി പ്രോഫിറ്റ് ഓഫ് ദി ലാസ്റ്റ് ഇയേഴ്സ് ആൻഡ് അസൈനിങ് വെയ്റ്റ്സ്. നമ്മളിത് പ്രോഫിറ്റ് കണക്കാക്കുകയും അതിന് വെയിറ്റ് അസൈൻ ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലൈ ഈച്ച് ഇയേഴ്സ് ഓഫ് പ്രോഫിറ്റ് ബൈ ഇറ്റ്സ് വെയിറ്റ് ടു ഫൈൻഡ് ഔട്ട് പ്രൊഡക്റ്റ്. വെയിറ്റും പ്രോഫിറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ഫൈൻഡ് ഔട്ട് സം ഓഫ് ദി പ്രൊഡക്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, സം ചെയ്യുന്നു. എത്രയാണോ നമുക്ക് കിട്ടിയ രണ്ടാമത്തെ സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ എമൗണ്ട് അതൊക്കെ എന്ത് ചെയ്യുന്നു, സം ചെയ്യുന്നു. ദെൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ദി ടോട്ടൽ പ്രൊഡക്റ്റ് ബൈ ടോട്ടൽ വെയിറ്റ്. ഈ പ്രൊഡക്റ്റിനെ ടോട്ടൽ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നേരത്തെ ടോട്ടൽ പ്രോഫിറ്റ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് ബൈ ടോട്ടൽ വെയിറ്റ് എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യുന്നു, ആവറേജ് നമ്മൾ കണക്കാക്കുന്നു. ദെൻ സ്റ്റെപ്പ് 5 കാൽക്കുലേറ്റ് ഗുഡ്വിൽ. അതെങ്ങനെയാണെന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ
The profit of the firm for the last 4 years ending 31st March were as follows. നമ്മൾ എന്ത് ചെയ്യുന്നു, അവസാനത്തെ 4 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 2014, 15, 16, 17, 18 പ്രോഫിറ്റ് എന്നും 14,000, 18,000, 22,000, 38,000, 50,000 എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്ത് പ്രോഫിറ്റ് തന്നത്. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓൺ ദി ബേസിസ് ഓഫ് 2 years പർച്ചേസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. 2 വർഷത്തെ പർച്ചേസ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് കണക്കാക്കണം. അപ്പോൾ ഇവിടെ 5 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 1, 2, 3, 4, 5 അല്ലേ. ഇവിടെ ലാസ്റ്റ് 4 year എന്നുള്ളത് എന്ത് ചെയ്യണം, ലാസ്റ്റ് 5 years എന്നാക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ആ 5 വർഷത്തിന് എന്ത് ചെയ്യുന്നു, ഓർഡറിൽ 1, 2, 3, 4, 5 എന്നുള്ള വെയിറ്റേജ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ ഇത്രയും ഉണ്ടാവുള്ള ക്വസ്റ്റ്യനിൽ അത് ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ 4 എന്നുള്ളത് 5 ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ എന്തെങ്കിലും ഇയർ കൊടുക്കുന്നു. 2014, 15, 16, 17, 18 ഇതാണ് ഈ 5 വർഷമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 5 ആക്കാൻ സൂചിപ്പിച്ചത്. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് തന്ന പ്രോഫിറ്റ് കൊടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും, ഈ ഓർഡറിൽ 1, 2, 3, 4, 5 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തതിൽ 2019 നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, 2018 വെയിറ്റ് കൂടുതൽ 5 എന്ന് കൊടുക്കുന്നു. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 4, 3, 2, 1. അപ്പോൾ എന്താണ്, ഇവിടെ റീസെൻറ്റ് ഇയേഴ്സിന് വെയിറ്റേജ് കൂടുതലാണ്. അതിന് ഏർലിയർ ഇയേഴ്സിന് എന്ത് ചെയ്യുന്നു, വെയിറ്റേജ് കുറവാണ്. നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 50,000 റീസെൻറ്റ് ഇയേഴ്സിലാണ് പ്രോഫിറ്റ് കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഗുഡ്വിൽ എമൗണ്ട് കൂടുതലായിട്ട് കാണിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇവിടെ 14,000 അവിടെ കുറഞ്ഞ വെയിറ്റേജ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, റീസെൻറ്റ് ഇയേഴ്സിൽ നമുക്ക് എന്തെങ്കിലും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇവിടെ എന്തിന് വെയിറ്റേജ് കൂടുതൽ കൊടുക്കുന്നത്. ദെൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് 1 പ്രോഫിറ്റ് എഴുതി, ദെൻ വെയിറ്റ് കൊടുത്തു. ആ വെയിറ്റ് 1, 2, 3, 4, 5 എന്നുള്ള ഓർഡർ നമ്മൾ കൊടുത്തു. ദെൻ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞത് പ്രൊഡക്റ്റ് കാണാനാണ്. ഈ രണ്ടാമത്തെ കോളവും മൂന്നാമത്തെ കോളവും മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ പ്രോഫിറ്റ് ഇൻറ്റു വെയിറ്റ്. അപ്പോൾ 14,000 ഇൻറ്റു 1, 18,000 ഇൻറ്റു 2, 22,000 ഇൻറ്റു 3, 38,000 ഇൻറ്റു 4, 50,000 ഇൻറ്റു 5. ഇതിലെന്തെങ്കിലും പ്രൊഡക്റ്റ് കണ്ട് ദെൻ നെക്സ്റ്റ് ടോട്ടൽ പ്രൊഡക്റ്റ് കാണുന്നു. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉള്ള കോളം എന്ത് ചെയ്യുന്നു, സം ചെയ്യുന്നു. 5,18,000 കിട്ടി. അതുപോലെ വെയിറ്റ് ഉള്ള കോളം സം ചെയ്യുന്നു. 1 + 2 + 3 + 5 + 4 + 5. ഈ ഓർഡറിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ടോട്ടൽ അങ്ങനെ 15. ടോട്ടൽ വെയിറ്റ് എത്രയാണ്, 15 ആണ്. ടോട്ടൽ പ്രൊഡക്റ്റ് 5,18,000. ദെൻ നെക്സ്റ്റ് കാണേണ്ടത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇക്വേഷൻ നേരത്തെ സൂചിപ്പിച്ചു. എന്താണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ബൈ സം ഓഫ് പ്രൊഡക്റ്റ് ബൈ സം ഓഫ് വെയിറ്റ്. സം ഓഫ് പ്രൊഡക്റ്റ് ബൈ സം ഓഫ് വെയിറ്റ് ആണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ്. അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്, സം ഓഫ് പ്രൊഡക്റ്റ് 5,18,000 ബൈ സം ഓഫ് വെയിറ്റ്സ് 15 ആണ്. അപ്പോൾ 5,18,000 ബൈ 15 അങ്ങനെ 34,533 കിട്ടുന്നു ഇൻറ്റു 3. നെക്സ്റ്റ് വാല്യൂ ഓഫ് ഗുഡ് വിൽ. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. ഇവിടെ നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 years ഓഫ് പർച്ചേസ്. 2 year പർച്ചേസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിനെ 2 കൊണ്ട് ഗുണിക്കുക ഇൻറ്റു 2. അപ്പോൾ എത്ര കിട്ടും, 69,066.66, 69,067 എന്നുള്ള ഗുഡ് വിൽ എമൗണ്ട് കിട്ടുന്നു. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയുകയാണ്, നമുക്ക് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇയറും പ്രോഫിറ്റ് എഴുതുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത വർഷം അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ 2018 ആണ് അല്ലേ, അതിന് കൂടുതൽ വെയിറ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണോ തരുന്നത് അതിന് 1, 2, 3, 4, 5 4 വർഷമാണെങ്കിൽ എന്ത് ചെയ്യുന്നു 1, 2, 3, 4 എന്ന് കൊടുക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത വർഷത്തിനാണ് എന്തിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. ആ രീതിയിൽ എന്ത് വെയിറ്റേജ് കൊടുക്കുകയും പിന്നെ നമ്മൾ ചെയ്യുന്ന അടുത്ത പ്രൊഡക്റ്റ് കാണുന്നു. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഇൻറ്റു വെയിറ്റ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് ടോട്ടൽ, അതിന് വെയിറ്റിൻ്റെ ടോട്ടൽ കാണുന്നു. ദെൻ നെക്സ്റ്റ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രൊഡക്റ്റ് ബൈ സം ഓഫ് വെയിറ്റ്. 5,18,000 ബൈ 15. ദെൻ നെക്സ്റ്റ് വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്.
അത് അഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് 2 years പർച്ചേസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു 34,533 ഇൻറ്റു 2 69,066.66 ദെൻ ഗുഡ് വിൽ ഈക്വൽ ടു 69,067 എന്ന് കിട്ടുന്നു. ഈ രീതിയിലാണ് നമ്മൾ എന്തിന് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഉപയോഗിച്ച് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്.